മരണത്തിൽ നിന്ന് വെറും 13 മണിക്കൂർ മുമ്പായിരുന്നു ആ പിതാവ് വലിയൊരു തീരുമാനമെടുത്തത്. സ്വന്തം മകനെ ഇല്ലാതാക്കിയവരോട് ക്ഷമിക്കാൻ ഒരു പിതാവിന് സാധിക്കുമോ? സൗദി അറേബ്യയിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ആ പിതാവിന്റെ മകന്റെ ജീവൻ ഇല്ലാതാക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾക്ക് കോടതി വധശിക്ഷയും വിധിച്ചു. കുറ്റവാളികളുടെ കുടുംബം പണവും കാറും ഭൂമിയും എല്ലാം വാഗ്ദാനം ചെയ്ത് മാപ്പിനായി യാചിച്ചെങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. തന്റെ മകൻ പോയി, ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല. ഇപ്പോൾ ഞാൻ മറ്റൊരാളുടെ മകന്റെ ജീവൻ കൂടി ഇല്ലാതാക്കിയാൽ ആ കുടുംബവും എന്നെപ്പോലെ തകർന്നു പോകും. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകനെ തിരിച്ചു കിട്ടാനും പോകുന്നില്ല. തന്റെ വലിയ നഷ്ടം ഇനി മറ്റൊരു കുടുംബത്തിനു കൂടി ഉണ്ടാകരുതെന്ന് ഉറച്ചുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം ആ പ്രതിയുടെ വീട്ടിലേക്കെത്തി ആ ഉമ്മയോട് പറഞ്ഞു, പടച്ചവന്റെ പ്രീതിക്കും നിങ്ങളുടെ കണ്ണീരൊപ്പാനുമായി പകരം ഒന്നും വാങ്ങാതെ ഞാൻ നിങ്ങളുടെ മകന് മാപ്പ് നൽകിയിരിക്കുന്നു. ആ മനുഷ്യൻ കാണിച്ച ഈ വലിയ മനസ്സ് കണ്ട് നന്ദിയോടെയും കണ്ണീരോടെയും ആ കുടുംബം അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുകയായിരുന്നു. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലും ക്ഷമയും പൊറുക്കലും കൈവിടാത്ത ഈ പിതാവിന്റെ പ്രവൃത്തിയെ ലോകമിന്ന് വലിയ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്.